ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാറ്റിൻ ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ എംബ്രോയിഡറി ത്രെഡിൽ നിന്ന് 3 നൂല് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ച് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ 3 നൂല് എടുത്ത് ചെയ്യുന്നതാവും നല്ലത്. അതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നേരിയ സൂചിയും സെലക്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പെറ്റലിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം കേട്ടോ. ഫസ്റ്റ് സെൻട്രൽ ലൈനിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ 2 ഭാഗങ്ങളായല്ലോ ഇപ്പോൾ. ഇനി അതിനെ നമുക്ക് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാം. ഒരു ഹാഫിനെ ഒന്നും കൂടി ഹാഫാക്കിയിട്ട് ഭാഗിക്കുക. പിന്നെ മറ്റേ സൈഡും ഹാഫായിട്ട് ഭാഗിക്കുക. ഇങ്ങനെ ഇപ്പോൾ 4 ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലൈൻസിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഈ ഓരോ ഭാഗങ്ങളും ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിംഗ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ സ്റ്റിച്ചും സെൻറ്ററിലേക്ക് തന്നെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഓരോ സ്റ്റിച്ച് ഇടവിട്ടിട്ട് സെൻട്രൽ ലൈനിൽ നിന്ന് ഒന്ന് മുകളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് മുകളിലും പിന്നെ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെയായിട്ട് നമ്മളെ സെൻട്രൽ ലൈനിലേക്ക് കൊടുക്കുക. പിന്നെ അടുത്ത് ചെയ്യുമ്പോൾ സെൻട്രൽ ലൈനിൽ നിന്ന് ഒന്ന് മുകളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അടുത്തത് സെൻട്രൽ ലൈനിൽ കുത്തുക. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റിച്ചും ഇങ്ങനെ സെൻറ്ററിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ബൾക്കി ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഫ്ലവറിൻ്റെ സർഫസ് മൊത്തമായിട്ട് ഫ്ലാറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴേക്കും മേലേക്കും എന്നുള്ള രീതിയിൽ സ്റ്റിച്ചുകൾ കൊടുക്കുന്നത് കേട്ടോ. ഓരോ സ്റ്റിച്ചും ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്റ്റിച്ചുകൾ അടുപ്പിച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ. ആ ചെയ്യുന്ന ക്ലോത്തിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കാണാത്ത രീതിയിൽ നല്ല അടുപ്പിച്ച് സ്റ്റിച്ചുകൾ കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പോർഷന് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത പോർഷനും കൂടെ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം. സ്ട്രൈറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഡിസൈൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഓരോ ഭാഗങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് സ്റ്റിച്ചുകൾ കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചുകൾ ഇങ്ങനെ ചെരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കറക്റ്റ് പെറ്റലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ്റെ കറക്റ്റ് ലെവലിൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു സൈഡ് ഫില്ല് ചെയ്തെടുത്തു. ഇനി സൂചി സെൻറ്ററിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം.
പെറ്റൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫില്ല് ചെയ്തതിൽ തന്നെ ഏതെങ്കിലും ഭാഗം കവർ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ ഭാഗങ്ങളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു പെറ്റൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള പെറ്റൽസും കൂടെ ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഫില്ലിങ് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എംബ്രോയിഡറി ത്രെഡ് മുഴുവനായിട്ട് എടുത്താണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സൂചി, കുറച്ച് കട്ടിയുള്ള സൂചിയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നല്ലത്. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ ആദ്യം സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് സൂചിയിൽ 2 തവണ ഒന്ന് നൂല് ചുറ്റിയെടുക്കുക. എന്നിട്ട് സൂചിയിൽ ചുറ്റിയെടുത്ത ഈ നൂല് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ കൈ കൊണ്ട് ആ ത്രെഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിലേക്കല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റിലേക്ക് സൂചി കുത്തി താഴേക്ക് നൂല് വലിച്ചു കൊടുക്കുക. ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കാം. ആദ്യം സൂചി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ആ സൂചിയിൽ 2 തവണ ഒന്ന് നൂല് ചുറ്റി കൊടുക്കുക. മറ്റേ കൈ കൊണ്ട് നൂല് ചെറുതായി ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലല്ല, അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിലേക്ക് സൂചി കുത്തി താഴേക്ക് നൂല് വലിച്ചെടുക്കുക. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂചിയിൽ നൂല് ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കരുത്. ഒന്ന് ചെറിയ ലൂസിൽ ചുറ്റി കൊടുക്കുക. അധികം അയഞ്ഞുകൊണ്ട് ചെയ്യാനും പാടില്ല,
നല്ല ടൈറ്റിൽ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ലൂസിൽ നമുക്ക് സ്മൂത്തായിട്ട് ആ നൂല് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഒരു ലൂസിൽ വേണം നൂല് ചുറ്റി കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റേ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ച ആ ത്രെഡ് ലാസ്റ്റ് വരെ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കണം. ലാസ്റ്റ് അവിടെ എത്തുന്ന ആ ടൈമിൽ മാത്രം സൂചിയിലേക്ക് വിട്ടു കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കെട്ടുകൂടാത്ത രീതിയിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ലീഫും കൂടെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലീഫ് വരച്ചു കൊടുക്കുകയാണ്. ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ സ്ട്രൈറ്റായിട്ട് ജസ്റ്റ് സ്റ്റിച്ചുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള രീതിയിലാണ് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ലീവ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ലീഫും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഓരോ ലീഫും ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഫ്ലവറിന് കൊടുത്ത പോലെ തന്നെ ഷെയ്ഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഡാർക്ക് കളർ വെച്ചിട്ട് സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാറ്റിൻ ഫ്ലവറിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ട്യൂട്ടോറിയലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.